ഹലോ ഗൈസ്, ഞാൻ കുറച്ച് ലേറ്റായി പോയി. കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞു ഡീഫോമേഷൻ ഫയൽ ചെയ്തു എന്നുള്ളത്. അപ്പം അതിൻ്റെ കുറച്ചുകൂടെ പ്രോസസ്സുകളുണ്ട്. 2-3 ദിവസം എടുക്കും അത് ഫയലായി വരാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്കാണ് ഞാനൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അത് സിനി ഫയലിനാണ് ഞാൻ ആ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കാമെന്ന് പറഞ്ഞു. ആ ചാനലിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത് ഇൻ്റർവ്യൂ കൊടുക്കാൻ. അവരെല്ലാം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞാൻ അവരെ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇല്ല ഇവിടെ ഇത് ക്യാമറ ഇല്ല, അതില്ല, അപ്പം കുറച്ച് ഡിലേ ആവും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വെറുതെ അവരെടുത്ത് ഇട്ടിട്ട് ചുമ്മാ ചൊറിയും പോലെ ഇരുന്നിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, നിങ്ങൾ സെറ്റിൽമെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലേ എന്ന് പറഞ്ഞപ്പം, ചേച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, നമുക്ക് എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം നമ്മൾ അവരോടത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കാരണവശാലും അത് എടുക്കരുത്, അത് അനാവശ്യമായിട്ടുള്ള അലിഗേഷൻ പറയാൻ വേണ്ടി മാത്രമാണ്, അതെൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുമെന്നൊക്കെ ആരോ ഏതോ ഒരു പ്രമുഖൻ പറഞ്ഞതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും നമുക്ക് എന്തെങ്കിലും വേണമല്ലോ. അപ്പം നമ്മൾ ഇവിടുത്തെ സിനി ഫയൽ ബിജിത്ത് ടീമും എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ പോയി എടുത്തു. ഇതുവരെയും എഡിറ്റിംഗ് ഒക്കെ ഇപ്പോഴാണ് കഴിഞ്ഞ് ഒരുവിധം പറ്റുന്ന രീതിയിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. റസൂൽ പൂക്കുട്ടി ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് അയാളുടെ AI വീഡിയോ, AI ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, അതിൻ്റെയൊക്കെ പ്രൂഫ്, കൃത്യമായിട്ടുള്ള കുറേ അധികം പ്രൂഫുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ലിങ്കിൽ അതായത് എൻ്റെ യൂട്യൂബ് ചാനലല്ല, സിനി ഫയലിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിച്ചത് മുതൽ ഞാൻ ആലോചിച്ച് പുറകിൽ നടന്ന മാതിരിയൊന്നും എനിക്ക് മറ്റേ ഇത് കിട്ടിയില്ല, എന്താ പറയുക, റീച്ചുള്ള ചാനൽ കിട്ടിയില്ല. അപ്പോൾ കിട്ടിയ റീച്ച് കൊണ്ടിട്ട് നിങ്ങൾ എന്നെ കുറച്ചുകൂടെ ഒന്ന് ഉയർത്തി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ റസൂൽ പൂക്കുട്ടിയിട്ട AI വീഡിയോ, അതാണല്ലോ AIയുടെ ഒരു നോട്ടീസ്, വക്കീൽ നോട്ടീസുമായി ബന്ധപ്പെട്ടിട്ട് റസൂൽ പൂക്കുട്ടി അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. പൂക്കുട്ടി ഒരു കാര്യം ചെയ്യണം, സജന നൂറിൻ്റെ പേരിൽ ആദ്യം കേസ് കൊടുക്കണം. കാരണം സജന നൂറിൻ്റെ അക്കൗണ്ട് വഴിയാണ് ഇതെല്ലാ സാധനങ്ങളും വെളിയിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം മറ്റ് യൂട്യൂബ് ചാനലുകളെയും മറ്റു ആളുകളെയും ടാർഗറ്റ് ചെയ്തിട്ടോ 250 ചാനലുകൾക്കെതിരെ കൊണ്ടുപോയി സജന നൂറിനെ കൊണ്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിച്ചിട്ടൊന്നും ഒരു തേങ്ങ എടുക്കാൻ പോകുന്നില്ല. സജന നൂറിനെതിരെയാണ് ഫസ്റ്റ് നിങ്ങൾ പരാതി കൊടുക്കാനുള്ളത് ആദ്യം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി വാ. നിങ്ങൾ ഈ ഒളിച്ചിരിക്കല്ലേ, നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇറങ്ങി വന്നിട്ടൊന്ന് പറ, കഥകളൊക്കെ ഒന്ന് പറ. കാര്യമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നതൊക്കെ വളരെ കുറച്ചാണ്. പ്രൂഫുകളൊന്നും ഞാൻ അധികം സബ്മിറ്റ് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് പ്രൂഫുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പം ബാക്കി പ്രൂഫുകളൊക്കെ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ റസൂൽ പൂക്കുട്ടി ഇറങ്ങി വരും. ഒരു കാര്യം ചെയ്യും, എനിക്കെതിരെ വല്ല കേസാകണം കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് ചെയ്യും. അതാണ് ബെസ്റ്റ്. ഓക്കെ, റസൂൽ പൂക്കുട്ടി രംഗത്തോട്ട് ഇറങ്ങി വരും. എന്നാലേ നമുക്കതൊരു രസമുള്ളൂ. കാരണം എന്ന് വെച്ചാലേ ഈ അപ്പുറത്തും അടുപ്പിച്ച് ഇപ്പുറത്തും അടുപ്പിച്ച് തമ്മിൽ തല്ലിച്ച് അവളെ വെച്ചിട്ട് അവളെ ഭർത്താവിനെ അടുപ്പിച്ച് അവളെ വെച്ചിട്ട് അവളെ കൂട്ടുകാരെ അടുപ്പിച്ച് ഇവള് തന്നെ ഇത്രയും വലിയ ഫ്രോഡും കാണിച്ച് അയ്യോ എൻ്റെ പൊന്നേ എനിക്ക് വയ്യ. അപ്പം അതല്ലേ രസം. എന്തായാലും സജനേനെ ഇറക്കി വെച്ച് ഇത്രയും വൃത്തികെട്ട അലിഗേഷൻ, നിങ്ങൾ വിചാരിച്ച ആളെ മാറിപ്പോയി, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. ഞാൻ ദിയാസനയാണ്. ഓക്കെ, പിന്നെ ലാസ്റ്റായിട്ട് പൈസ വാങ്ങിച്ച് വീഡിയോ ചെയ്യുന്ന താത്ത പൈസ വാങ്ങിച്ചതിന്റെ പ്രൂഫ് ഉൾപ്പെടെ, താത്താടെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ, ബിഷപ്പിന്റെ കഥകൾ ഉൾപ്പെടെ എവറിത്തിങ് സാധനങ്ങളായിട്ട് ചേച്ചി വരുന്നുണ്ട്. ചുമ്മാതിരിക്കുന്ന ബിഗ് ബോസിലെ പിള്ളേരെയും ഇവരെയൊക്കെ വിളിച്ചിട്ട് താത്ത നടത്തിയ ഒരു പൊറാട്ട നാടകമില്ല, ഒരു വീഡിയോ, റിച്ച് ഔട്ട് വീഡിയോ നാടകം വെൽക്കം. ഓക്കെ, റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള പുതിയ ഡീലിങ് നമുക്ക് കാണാം കേട്ടോ.